ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് ഇന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതാ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പം പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിനിതാ ഡ്രസ്സൊക്കെ മാറി ബ്രഷൊക്കെ ചെയ്തു ഒന്ന് ഫ്രഷായി. അപ്പോൾ രാവിലത്തെ സ്കിൻ കെയർ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ നിയാസിനമൈഡ് സെറാണ്. അത് മാത്രമേ ഡെയിലി യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഞാൻ ഒരു ലിപ് ബാം കൂടെ ഇട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ സൺക്രീമൊക്കെ വീട്ടിലായാലും യൂസ് ചെയ്യണമെന്നാണ് സ്കിൻ കെയറിൻ്റെ സംഭവമായിട്ട് പറയുന്നത്. പക്ഷേ ഭയങ്കര മടിയാണ്, ഇതിനൊക്കെ ഭയങ്കര മടിയാണ്. ഇത് തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ടാണ് ഇടുന്നത്. ട്രാക്ക് സ്പോർട്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് റെഡി ആയിട്ട് വേണം ചുട്ടൂപ്പിനെ റെഡിയാക്കാൻ. അവൾ ഓൾറെഡി എണീറ്റിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് ഫ്രഷപ്പ് ആക്കി എടുക്കണം. നമുക്ക് ഡ്രസ്സ് നമുക്ക് ഡ്രസ്സ് കുഞ്ഞൂടി കുമ്പാളി ഇനി ഇതിട്ടിട്ട് ഓടുവേ. ആടാ എന്നാ ഞാൻ പോവാണേ. ഞാൻ പോട്ടെ. വാ. ഇനി ബില്ലിംഗ് ബോക്സിൽ എടുത്തോട്ടെ, നമുക്ക് ഇപ്പം എടുക്കട്ടെ. വരും നൂറ് കുത്തി. അങ്ങനെ നീണ്ട ഒരു യുദ്ധത്തിന് ശേഷം അങ്ങനെ ചുട്ടൂനൊക്കെ റെഡിയാക്കി ഞാൻ താഴെ വന്നു. അപ്പോഴേക്കും ഇതാ അമ്മമ്മ ചായ കുടിക്കാൻ നോക്കുമായിരുന്നു. ആൻഡ് ഇന്ന് നമുക്ക് പുട്ടുണ്ട്. പിന്നെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ചുട്ടോ, ഇതാരാ പെനങ്ങി വന്നിരിക്കുന്നത്? അമ്പാപ്പോ അമ്പാപ്പോ, ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ പണക്ക പരിപാടി. ഇതാണ് നമ്മളെ പിണക്ക പരിപാടി. അതിൻ്റെ എല്ലാവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഷോ, ഒന്ന് ചിരിച്ചെടുത്താൽ എല്ലാവരും നല്ല കുട്ടിയാ പറയും. ചിരിച്ചേ. അങ്ങനെ ചെയ്യാവോ ചുട്ടുപ്പി? അതുകൊണ്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞേ. പറ. ചായ കുടിക്കാ ചാച്ചാ? ആ, മുത്തശ്ശി വരൂ. ചായ ചായ അടുക്കളയില് പറ. പച്ചമുട്ടിപ്പേ ചുമയാ? വെള്ളോ? തര തര. ചായ റെഡി, നമ്മളെ ചായ റെഡി. ചിലക്കന്നെ ചിലക്കന്നെ കണ്ട ചുട്ടല്ലേ, ചുട്ടുകളല്ലേ പൊടിയിട്ടെ. ഷുട്ടൂനെ ഒരുവിധം പറഞ്ഞെല്ലാം സെറ്റാക്കി ഒന്ന് സൈഡാക്കിയ ശേഷം ഇതാ ഞാനും അമ്മയും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പത്തിരിയും കടലക്കറിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ രാവിലെ തന്നെ കുട്ടപ്പം പോയിട്ട് നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് വന്നു. ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അതിനിതാ നല്ല ഫ്രഷ് ചിക്കനൊക്കെ വന്നിട്ട് ഞാനത് കഴുകിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു.
എനിക്ക് പിന്നെ അങ്ങനെ ചിക്കനും മീനൊന്നും പച്ചയായിട്ട് തോന്നുന്നതിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറയാൻ എന്താ വെച്ചാൽ ചില ആൾക്കാർ ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ റോ ആയിട്ടുള്ള മീറ്റ് തൊടുമ്പം എന്തോ ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്ത് സാധനമാണെങ്കിലും കഴുകാനും വെക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആൻഡ് അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ അമ്മക്ക് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഓൾറെഡി ചിക്കൻ കുറച്ച് മസാലയൊക്കെ പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു. അമ്മ ഓൾറെഡി അമ്മമ്മക്കും അച്ചാച്ചനും വേണ്ടിയിട്ടുള്ള കഞ്ഞി, പൊടിയരി കഞ്ഞി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് എല്ലാവരും വീട്ടിലുണ്ടാകുമ്പം. പിന്നെ ഷുട്ടു ആദ്യമായിട്ട് അവരുടെ കൂടെ ഇത്ര ദിവസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവളും കുറച്ച് എക്സൈറ്റഡ് ആണ്. അവർക്കും അവളുടെ കളി കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. കുറേ നേരം കളിക്കും എല്ലാവരും ഒക്കെ ആയിട്ട്. അവൾ പിന്നെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കളിച്ചും തിരിച്ചൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ എടുത്ത് നല്ലപോലെ അരിഞ്ഞു വെച്ചു. ഇപ്പോൾ അവിടെ നിന്ന് എന്തായിരുന്നു അവൾ ചെയ്യുന്നത്? അവിടെ നിന്ന് എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഇന്ന് പകൽ കുട്ടപ്പനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാളൊക്കെ കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലെ ദിവസമായതുകൊണ്ട് അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടിയിട്ട്. ലീവുള്ള ദിവസമാകുമ്പം ഭയങ്കര സുഖമാണ്, എല്ലാവരും ഉണ്ടാവും. ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടേയിരിക്കും, എൻ്റെ പണിയും നടക്കും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യണം. അതും കൂടെ ചെയ്തിട്ട് പുറത്ത് പോയിട്ട് വരണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഈ ഉള്ളി അരിയുന്ന സമയത്ത് അങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്ന വലിയ പ്രശ്നമൊന്നുമുള്ള ആളല്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഉള്ളിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൂക്കിങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ പ്രതീക്ഷയിൽ നല്ലപോലെ മൂക്കിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു, കണ്ണിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യത്തെ ഉള്ളിക്ക് നല്ല എരിവുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് നോർമൽ ഒരു സാധാരണ ചിക്കൻ കറിയാണ്. വലിയ ഡെക്കറേഷനോ പരിപാടിയോ കാര്യമൊന്നുമില്ല. സാധാരണ ഉള്ളി വാട്ടുന്നു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ തക്കാളി ഇടുന്നു, തക്കാളി വെന്ത് കഴിഞ്ഞ് ചിക്കൻ ആഡ് ചെയ്യുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഡെക്കറേഷൻ പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഇട്ടൊന്ന് വഴണ്ടൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ അമ്മ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ അങ്ങനെ ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുറച്ച് ചാറ് എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ചാറാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കറി പരിപാടി കഴിഞ്ഞു. പിന്നെ അമ്മമ്മ ചിക്കനും സാധനമൊന്നും കഴിക്കില്ല. അതുകൊണ്ട് നമുക്ക് പച്ചക്കറി എന്തായാലും വെക്കണം. അപ്പം അമ്മ എന്തെങ്കിലും പച്ചക്കറിയും കൂടെ വെക്കാമെന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ ഞാൻ നേരെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അടിച്ചു വാരാനൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഇവളുള്ളതുകൊണ്ടും പിന്നെ കുട്ടികളെല്ലാവരും ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നും ഓരോ സാധനങ്ങളൊക്കെ വലിച്ച് നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഷൂട്ട് ഓൾറെഡി അവിടെ TV വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടേതായ കളി എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഭയങ്കര കുരുത്തക്കേടാണ്. ഒരു മിനിറ്റ് അവൾ ഒന്ന് ജസ്റ്റ് അടങ്ങിയിരിക്കുകയില്ല. എന്തെങ്കിലും ആൾക്കിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയിപ്പം ഞാനിത് അടിച്ചു വാരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൾ തന്നെ പോയിട്ട് സ്വന്തമായിട്ടൊരു ചൂലൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ വിടാണ്ടിരിക്കലാണ് അടുത്ത പരിപാടി ഉണ്ടാവുക. അപ്പം ഞാൻ ആൾ കാണാണ്ട് ഇങ്ങനെ അടിച്ചു വരാമെന്നുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾ പോയിട്ട് ഒരു സ്വന്തമായിട്ട് ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചൂല് എന്നൊക്കെ പറഞ്ഞ് വേറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുട്ടപ്പൻ എന്തോ ഫോണിൽ കാര്യമായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ആൻഡ് അപ്പോൾ ആളിപ്പം പോയിട്ട് പിന്നെ ഇപ്പോൾ ഉള്ള സൂക്കേടാണ്, ഞാൻ കുനിഞ്ഞ് എന്തെങ്കിലും എടുക്കുമ്പോഴേക്കും ഇവൾ വന്ന് പുറത്തേക്ക് അപ്പം കയറി കളയും. ആൾക്ക് പുറത്ത് കയറി അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആന കളിക്കുന്ന പോലെ കളിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലും കൂടിയാണ് പെട്ടെന്ന് ഞാൻ മണങ്ങിയപ്പം വന്ന് കയറാനുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ATM വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കുട്ടപ്പം വരുമ്പോൾ ഞാൻ മെല്ലെ തുള്ളി കയറി വണ്ടിയിലേക്ക് കുറച്ചൊന്ന് ഡ്രൈവിംഗ് സെറ്റാക്കാനുണ്ട്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പേടിയാണ്. അപ്പോൾ ഞാൻ അതൊന്നും സെറ്റാക്കാൻ വേണ്ടി കൂടെ വെറുതെ വന്നു. ഞാൻ നല്ല കോലത്തിലല്ല, വീട്ടിലുള്ള കോലത്തിൽ തന്നെയല്ല, ഞാൻ ഇറങ്ങുന്നില്ല.
എന്നാലും ഇനിയിപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാം. ഷുക്കുനെ കാണാണ്ട് പതുക്കെ ഇറങ്ങിയത് ആൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത്. അപ്പം എന്നാലും എനിക്ക് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചാൽ. ഞാൻ പുറത്ത് പോയി വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഷുട്ടുവിന് ഫുഡ് കൊടുത്തു ആൻഡ് നമ്മളും ഫുഡ് കഴിച്ചു. അന്ന് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ചു. കാണുന്നില്ലല്ലോ അമ്മ. ഓ ആ കളറ് ഓറഞ്ച് എടി എണീക്ക്. നീ കുരങ്ങൻ പറ്റിയ പോലെ പറ്റീനി. ചായ ചായ നേരായി കഴുകുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഈവനിങ് ചായയൊക്കെ വെച്ച് ചായയെല്ലാം കുടിക്കാനുള്ള പരിപാടിയിലാണ്. ചുട്ടു ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. ആളതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പഴമോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ ഇപ്പം ഞാൻ ഡെയിലി പാല് കൊടുക്കാൻ ശ്രമിക്കാറുണ്ടെന്നല്ല അധികം കൊടുക്കാറുണ്ട്. ആൾക്ക് ഇഷ്ടമാണ് ഇപ്പം പാല്. എപ്പോഴും മുന്നേ ആൾ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു ഗ്യാപ്പ് ഒരു സമയം വന്നപ്പോൾ ആൾക്ക് മടുത്തു പാല്. അങ്ങനെ അതൊന്നും കുടിക്കാണ്ടായി. ഇപ്പോൾ പിന്നെ മുട്ടയാണ് മടുത്തു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല ആൾ. അപ്പോൾ എൻ്റെ ബെഡ്ഷീറ്റ് ഓൾറെഡി മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. എത്ര അടുക്കി പെറുക്കിയിട്ടും കാര്യമില്ല. ഇവളപ്പോഴേക്ക് എന്തെങ്കിലും കൊണ്ട് വലിച്ച് ഇടാൻ അവളുടെ കുറേ ടോയ്സും കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് അലമ്പാക്കി ഇടും. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആളും കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ അതിലിടയ്ക്ക് അവളെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. ഞാൻ കുളിക്കുന്നതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം കഴിയുമ്പോഴേക്കും എന്തായാലും നല്ലപോലെ വേർക്കും. കാരണം നമുക്ക് മേലെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും വേർക്കുന്നുണ്ട്. ഞാൻ അതിന് മുന്നേ എല്ലാം ക്ലീനാക്കി വെച്ചതിന് ശേഷം പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. ആൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത കുരുത്തക്കട എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. കിടക്കുകയും താഴെ ഇറങ്ങും. പിന്നെ ഇങ്ങനെ അമ്മ വിരിക്കുക താഴെ ഇറങ്ങിയ. ഓക്കെ താങ്ക് യു. അത് ഇറങ്ങി അത് കിടക്കണ്ടേ വെക്കണ്ടേ. അതിടാനായിരുന്നില്ല മുന്നേ. അമ്മ ഇവിടെ തുടക്കട്ടെ. പൊടി ഉണ്ടാവില്ല. പൊടി ഇതാണ് വിൽക്കണ്ടേ. അങ്ങനെയാണ് പൊന്നെ. ഞാൻ ഇരിക്കട്ടെ എല്ലാം അങ്ങോട്ട് വേഗം താഴെ ഇറങ്ങും. കേരള 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 കൈമാറ്റ്
കൈമാറ്റടാ. ഓക്കേ. എന്റെ കൈമാറ്റി പൊന്നു, കൈ ഇറങ്ങൂ. നീ ആ ഉള്ളിലാക്കുന്ന പുറത്തെടുത്തിടണം. നമുക്ക് അപ്പുറം കൊണ്ടേക്കാം. ഇത് വേണം. അപ്പുറത്ത് കൊണ്ടേക്കാം. അങ്ങനെ ഇതാ റൂം ക്ലീനിങ് പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞ്. അപ്പോഴേക്ക് ഇതാ എൻ്റെ ട്രോഫി അടക്കി എനിക്ക് കുത്തിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിക്കട്ടെ. ആളെ ABCDയും എല്ലാം അവിടെ നിരത്തി കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഗോഡൗണിൽ കയറണമെങ്കിൽ ഇവിടെ ഉറങ്ങുന്ന ടൈം ആകണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അത് കാണാം. അപ്പോൾ ഇതാ അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് മുഖത്ത് സിറ അപ്ലൈ ചെയ്യണം. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതന്നെ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ സാലിസിലിക് ആസിഡ് സിറം. ഇതാണ് മെയിൻലി ഞാൻ ഇപ്പം മുഖത്തേക്ക് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ഇപ്പോൾ ഇടൂല, ജസ്റ്റ് ലിപ് ബാം ഇടും. പിന്നെ ഞാൻ ഇപ്പം കറന്റ് എൻ്റെ ബോഡി ലോഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഇടട്ടെ. ഓ ഷുട്ടു അതൊന്നും യൂസ് ചെയ്യാനായിട്ടില്ല. ഷുട്ടു നൈറ്റില് അമ്മ വരണ്ടേ? നൈറ്റിൽ ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ തന്നെ ഒരു ആൻറ്റി ഏജിങ് ക്രീം ഉണ്ട്, അതും കൂടെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അത് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മോർ ദാൻ 1 ഇയർ ആയിട്ടുണ്ട്. ആ ക്ലിപ്പെല്ലാം എടുത്തോക്ക് ഷുട്ടോ. എന്താ അമ്മേ ഇല്ല, കേറി നിന്നിട്ടുണ്ടെ വിളിച്ചെടുക്കൂലേ, ചിലപ്പോ ബ്ലോക്ക് ഉണ്ടാവും. എവിടാ അങ്ങനെ കുറേ സമയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയം കാത്തൂനെ വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. കാരണം ഇന്ന് അങ്ങനെ ആൾ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല TV. രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓള് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളി നടന്ന് കളിക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളായിട്ട് അങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഞാൻ കാത്തൂനെ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും ഇതാ കുട്ടപ്പൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ആളും വന്നു. ആൾ വരുമ്പം നമുക്ക് ചിക്കൻ കറി വെച്ചുകൊണ്ട് തന്നെ നല്ല സൂപ്പർ പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഇപ്പോൾ നമ്മൾ ആട്ടപ്പൊറോട്ട തന്നെയാണ് കഴിക്കുള്ളത്. അപ്പോൾ ആട്ടപ്പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറേ ആയി മൈദപ്പൊറോട്ട കഴിക്കാത്തതിൻ്റെ ആ ഒരു കൊതി കാരണം എനിക്ക് മൈദപ്പൊറോട്ട മതി എന്ന് പറഞ്ഞു വരുന്ന സമയത്ത്
അങ്ങനെ ഞാൻ കഴിച്ചിട്ട് പിന്നെ ചുട്ടൂന് കൊടുക്കാമെന്ന് ചോദിച്ചു. അവൾ മൈദ പൊറോട്ട ഞാൻ കൊടുക്കാറില്ല, ആട്ടപ്പൊറോട്ടയാണ് കൊടുക്കാറുള്ളത്. അതും ആൾക്ക് ഇഷ്ടമാണ്, പക്ഷെ മൈദ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറില്ല. ഇത് പിന്നെ ഞാൻ കുറേ നാളായി ആക്ച്വലി പൊറോട്ട, മൈദ പൊറോട്ട കഴിച്ചിട്ട്. അപ്പോൾ ഒരു കൊതി വന്നപ്പോൾ വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പം ആൾ ഇങ്ങോട്ടേക്ക് തന്നെ ചോദിച്ചു എൻ്റെ അടുത്ത്, വേണമെന്ന് പറഞ്ഞു, പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഞാൻ ചുട്ടൂന് പൊറോട്ട എടുത്തു കൊടുത്തു. ആൾ തന്നെ കഴിക്കും. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആൾ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കും. അമ്മ അപ്പുറത്തെന്തോ ചെയ്യലായിരുന്നു. അപ്പോൾ ഞാനും ഷുട്ടും കൂടി അടുക്കളയിലേക്ക് വന്നു. കുട്ടപ്പൻ്റെ എന്താ പറയുക, അതിഭീകരമായ ഷോർട്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള എൻ്റെ അമ്മേൻ്റെയും പരിപാടി എന്ന് വെച്ചാൽ ബിഗ് ബോസ് കാണലാണ്. നമ്മൾ ഇരുന്ന് ബിഗ് ബോസ് കാണും, ഞാനും അമ്മയും. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മ എല്ലാവരും പോയി കിടക്കും, ഞാൻ മേലേക്ക് പോവും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ബിഗ് ബോസ് നമ്മൾ എന്തായാലും കാണും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടി വിയിലെങ്കിലും ഞാൻ ഫോണിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ മേലേക്ക് വന്നു. ആസ് യൂഷ്വൽ എൻ്റെ നോർമൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എനിക്ക് നോർമലി ഇനിയിപ്പോൾ ലാസ്റ്റിൽ നമ്മളുടെ ഡോട്ടൻകീൻ്റെ ഇത് മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ടുള്ള കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് എൻ്റെ ഷൂട്ട്സ് അങ്ങനെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല 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 എന്താ പറയുക, നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും കൂടെ പറയാം, ഞാനിപ്പോൾ ആയിട്ട് എന്താ ലൈഫ് ഓഫ് ജോയ്സൺ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ഐ ക്രീമും കൂടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുഞ്ചു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് അവൾ പോയപ്പോൾ തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് റിവ്യൂ എന്നുള്ളത്